നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളം ഏത്? ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. നെറ്റ് സീറോ കാർബൺ എമിഷൻ എയർപോർട്ട് പദവി നേടിയ ആദ്യ ഇന്ത്യൻ വിമാനത്താവളമാണ് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളം. 2024 ലോക മാനുഷിക ദിനത്തിൻ്റെ തീം എന്താണ്? ആക്ട് ഫോർ ഹ്യൂമാനിറ്റി. 2024 ലോക മാനുഷിക ദിനത്തിൻ്റെ തീമാണ് ആക്ട് ഫോർ ഹ്യൂമാനിറ്റി. പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയുടെ പേര്? ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. പഠന പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് നേരിടുന്ന വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള സമഗ്ര ശിക്ഷ കേരളയുടെ പദ്ധതിയുടെ പേരാണ് ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതി. 2024 ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യം? ക്രൊയേഷ്യ. 2024 ഓഗസ്റ്റിൽ നിർബന്ധിത സൈനിക സേവനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുന്ന രാജ്യമാണ് ക്രൊയേഷ്യ. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന കേരള ബ്രാൻഡ് പദ്ധതിയിൽ നേട്ടം ലഭിച്ച കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ: സഹകാരി ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് പ്ലാന്റ് KM ഓയിൽ ഇൻഡസ്ട്രീസ്. ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾക്ക് സംസ്ഥാന വ്യവസായ വാണിജ്യ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നൽകുന്ന കേരള ബ്രാൻഡ് പദ്ധതിയിൽ നേട്ടം ലഭിച്ച കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്ഥാപനങ്ങളാണ് സഹകാരി ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് പ്ലാന്റും KM ഓയിൽ ഇൻഡസ്ട്രീസും. UAEയിൽ നടക്കുന്ന 2020 വനിതാ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലെ മലയാളി താരങ്ങൾ ആരൊക്കെ? ആശാ ശോഭന, സജന സജീവൻ. UAEയിൽ നടക്കുന്ന 2020 വനിതാ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ടീമിലെ മലയാളി താരങ്ങളാണ് ആശാ ശോഭനയും സജന സജീവനും. നാഷണൽ ജിയോ സയൻസ് അവാർഡുകൾ ഏർപ്പെടുത്തിയ മന്ത്രാലയം? ഖനി മന്ത്രാലയം. നാഷണൽ ജിയോ സയൻസ് അവാർഡുകൾ ഏർപ്പെടുത്തിയ മന്ത്രാലയമാണ് ഖനി മന്ത്രാലയം. മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഇടശ്ശേരി രവി. മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാണ് ഇടശ്ശേരി രവി. സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കൾ ആയത് ആര്? അൽ ഹിലാൽ. സൗദി സൂപ്പർ കപ്പിൽ ജേതാക്കളായത് അൽ ഹിലാലാണ്.